السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. العربية التجارية കൊമേഴ്സ്യൽ അറബിക്കിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് തഫ്സീറാത്ത് വിഷയത്തെക്കുറിച്ചാണ്. പ്രധാനമായും സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, UAE, ലിബിയ, ഒമാൻ എന്നീ രാജ്യങ്ങളുടെ വിസയുടെ ഫോർമാറ്റ് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് ചില പ്രധാന വിദേശ അറബ് രാജ്യങ്ങളുടെ ബിതാക്ക ഇക്കാമ കാർഡിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അഥവാ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ ഇക്കാമ എങ്ങനെ, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം എന്നാണ് ഇന്ന് പഠിക്കാനുള്ളത്. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ബിതാഖത്തുൽ ഇക്കാമ അൽ മംലക്ക അൽ അറബിയ സൗദി അറേബ്യയുടെ KSAയുടെ ബിതാക്ക ഇക്കാമ അഥവാ റെസിഡൻസ് കാർഡ് എങ്ങനെയാണെന്ന് നോക്കാം. വിസാറ അദ്ദാഖിലിയ നമുക്കറിയാം, ഹോം മിനിസ്ട്രി, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റുഖ്സ ഇക്കാമ, റുഖ്സമാണ് പെർമിറ്റ്, ഇക്കാമ റെസിഡൻസ് പെർമിറ്റാണ് റുഖ്സ ഇക്കാമ എന്ന് പറയുന്നത്. നമൂദജ് ഖദീം, ഇത് ഓൾഡ് മോഡലാണ്, പുതിയ മോഡൽ വന്നിട്ടുണ്ട്. പഴയ വെർഷനിൽ ഓൾഡ് വെർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, മോഡൽ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് അൽ ഇസ്മ്, നെയിം, അൽ റഖ്മ്, അതിൻ്റെ ഇക്കാമ പെർമിറ്റിലൊരു നമ്പർ ഉണ്ട്, അവിടെ പറയുന്നുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കാനുൽ ഇസ്താർ, പ്ലേസ് ഓഫ് ഇഷ്യൂ റിയാദാണ് പ്ലേസ് ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത്. അൽ ഇന്തിഹാർ ഡേറ്റ് ഓഫ് എക്സ്പയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പറയുന്നത് 14/8/1933 അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ മീലാദ്, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട് 11/2/1972 DOB. അൽ മിഹ്ന പ്രൊഫഷൻ. അൽ കഹ്റുബായി ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇക്കാമയാണ് കാർഡാണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജോലി എന്താണ് കൊടുത്തിട്ടുണ്ട്, അൽ കഹ്റുബായി അഥവാ ഇലക്ട്രീഷ്യനാണ്. അൽ ജിൻസിയ നാഷണാലിറ്റി, അൽ ഹിന്ദ് ഇന്ത്യനാണ്. അദ്ദിയാന റിലീജിയൻ, അൽ മസീഹിയ ക്രിസ്ത്യനാണ് പറയാനുള്ളത്. പിന്നെ സാഹിബുൽ അമൽ ബിസിനസ് ഓണർ, ബിസിനസ് ഓണർ ആരാണ്? ശരിക്കത്ത് സൗദി ഫുന്ദുഖ് റിയാദ്, കമ്പനിൻ്റെ പേരാണ് സൗദി കമ്പനി. ഫുന്ദുഖ് മന ലോഡ്ജ്, റിയാദിലെ ലോഡ്ജ് കമ്പനിയാണ് ശരിക്കത്ത് സൗദി ഫുന്ദുഖ് റിയാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിതാഖത്ത് ഇക്കാമയുടെ അഥവാ സൗദി അറേബ്യയുടെ പഴയ ഫോർമാറ്റിലുള്ള ഇക്കാമയുടെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയ വെർഷനുള്ള, പുതിയ ഫോർമാറ്റിലുള്ള സൗദി അറേബ്യയുടെ ഇക്കാമ എങ്ങനെ നോക്കാം. ബിതാഖത്തുൽ ഇക്കാമ അൽ മംലക്ക അൽ അറബിയ സൗദി അൽ ജദീദ, ഇനി ന്യൂ വെർഷനാണ് പറയുന്നത്. ഹുവിയത്ത് മുഖീം, ഹുവിയമന ഐഡൻറ്റിറ്റി, മുഖീം റെസിഡൻറ്റ്, ഐഡൻറ്റിറ്റി ഓഫ് റെസിഡൻ്റ് ആണ് ഹുവിയത്ത് മുഖീം. അൽ മംലക്ക അൽ അറബിയ സൗദിയ KSA കിങ്ഡം ഓഫ് സൗദി അറേബ്യ, വിസാറത്ത് ദാഖിലിയ, ഇനി ഹോം മിനിസ്ട്രി. പിന്നെ ഫോർമാറ്റുകൾ പറയുന്നുണ്ട്. അൽ ഇസ്മു, നെയിം മുഹമ്മദ് ഇബ്രാഹിം എന്ന നെയിം കൊടുത്തിട്ടുള്ളത്. അർ റഖ്മ്, ഈ ഇക്കാമയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് 2347524418 ആണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. മക്കാനുൽ ഇസ്ദാർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, പ്ലേസ് ഓഫ് ഇഷ്യൂ തബൂക്കാണ് ഈ ഇക്കാമ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അൽ ഇന്തിഹാർ എക്സ്പയറി, ഡേറ്റ് ഓഫ് എക്സ്പയറിയാണ് ഉദ്ദേശിക്കുന്നത് 14/10/1443. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഹിജ്രി ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് തർജ്ജമ ചെയ്യാവുന്ന സമയത്താണ് നമ്മളെ ഇംഗ്ലീഷ് ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഹിജ്രി കൺവെർട്ടർ എന്ന
ആപ്പ് ഉണ്ട്, അതുപോലെ സൈറ്റ് ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏത് അറബി മാസമാണോ ഇംഗ്ലീഷിലേക്ക് കൊടുക്കേണ്ടത് ആ അറബി മാസം അടിച്ചു കൊടുത്താൽ അത് ഇംഗ്ലീഷിലേക്ക് അതിൻ്റെ മുക്കാബിലായി വരുന്ന ഇംഗ്ലീഷ് ഡേറ്റാണ് വരുന്നതാണ്. അത് മീലാദ്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് 15/8/1974 കൊടുത്തിട്ടുള്ളത്. അൽ മെഹ്ന പ്രൊഫഷൻ മുഹാസിബ് ഇലക്ട്രോണിക്. ഇനി ഓൺലൈൻ അക്കൗണ്ടൻറ്റ്. മുഹാസിബന അക്കൗണ്ടൻറ്റ്, ഇലക്ട്രോണിക് ഓൺലൈൻ അക്കൗണ്ടൻ്റ് ആണെന്ന് അറിയാം. മുഹാസിബ് ഇലക്ട്രോണിക് എന്ന് പറയുന്നത്. അൽ ജിൻസിയത്ത് ഇന്ത്യനാണ്. അൽ ഹിന്ദു ഇന്ത്യൻ. അദ്ദിയാന റിലീജിയൻ അൽ ഇസ്ലാം ഇസ്ലാമാണ്. റുഖ്സത്തുൽ അമൽ ഇനി ബിസിനസ് പെർമിറ്റ് നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. നമ്പർ കൊടുത്തിട്ടുണ്ട് 11-4-3-4-0-8-7-0 നമ്പറാണ്. നമ്പർ കൊടുക്കുക. സാഹിബുൽ അമൽ ബിസിനസ് ഓണർ ആരാണ്? ശരിക്കത്ത് തബൂക്ക് അൽ തൻമിയ അസിറായിയ. തൻമിയത്ത് വേണം ഡെവലപ്മെൻറ്റ്. തബൂക്ക് കമ്പനി ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്താണ് കമ്പനിയുടെ പേര്? കമ്പനിയാണ്. ഇതിൻ്റെ തൊഴിലുടമ അതാണ് സാഹിബുൽ അമൽ ബിസിനസ് ഓണർ എന്ന് പറയുന്നത്. ഇതാണ് സൗദി അറേബ്യയുടെ ഇക്കാമയുടെ പുതിയ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഏകദേശം കണ്ടൻറ്റൊക്കെ ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇനി പഠിക്കാനുള്ളത് UAE ദൗലത്തുൽ ഇമാറാത്തുൽ അറബിയ മുത്തഹിദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് UAE. ആ രാജ്യത്തിൻ്റെ ഇക്കാമ എങ്ങനെ നോക്കാം. ദൗലത്തുൽ ഇമാറ അൽ അറബിയ അൽ മുത്തഹിദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് UAE ഫോർമാറ്റാണ് നോക്കുന്നത്. ഉസ്തൂഫിയത്ത് റുസൂം നേരത്തെ പഠിച്ചതാണ്. ഫീ എന്നാണ് ഫീസ്. ഉസ്തൂഫിയത്ത് റുസൂമാണ് ഫീസ് ആർ പെയ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റഖ്മുൽ മുഹദ് യൂണിഫൈഡ് നമ്പർ കൊടുത്തിട്ടുണ്ട് 213-214-3231. അൽ മുലഫ് ഫയൽ നമ്പർ ഉദ്ദേശിക്കുന്നത് നമ്പർ കൊടുത്തിട്ടുണ്ട് 201-2010-3-121342. ജിഹത്തുൽ ഇസ്ദാർ. ജിഹത്ത് മീൻസ് മക്കാൻ, പ്ലേസ് ഓഫ് ഇഷ്യൂ. ജിഹത്തുൽ ഇസ്ദാർ പ്ലേസ് ഓഫ് ഇഷ്യൂ അബുദാബിയാണ് പ്ലേസ് ഓഫ് ഇഷ്യൂ. റഖ്മുൽ ജവാസ് പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് F232147. അദദുൽ മുറാഫിഖീൻ നമ്പർ ഓഫ് എസ്കോർട്ടേഴ്സ്. കൂടെ ആരാ വരുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. ലാ യുജദാണ്. ദെൻ നിൽ എന്ന് കൊടുത്താൽ മതി. അലിസ്മ് നെയിം മുഹമ്മദ് അബ്ദുൽ ഖാദിർ മാട്ടക്കുന്നുമ്മൽ. അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ അടക്കമുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അൽ മെഹ്ന പ്രൊഫഷൻ മുഹാസിബ് അക്കൗണ്ടൻ്റ് ആണ് പ്രൊഫഷൻ. അൽ കഫീൽ സ്പോൺസർ അതാണ് ബിൻ അജ്ലാൻ സനാത്തുൽ മദനിയ. ബിൻ അജ്ലാൻ ഫോർ മെറ്റൽ ഇൻഡസ്ട്രീസ് കമ്പനിയാണ്. അതാണ് സ്പോൺസർ ചെയ്യുന്ന കമ്പനി. താരിഖ് ഇസ്താൽ ഇക്കാമ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദ റെസിഡൻസ്. ഈ ഇക്കാമ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ കൊടുത്തിട്ടുണ്ട് 18/12/2010 ആണ്. താരിഖുൽ ഇന്തിഹ ഡേറ്റ് ഓഫ് എക്സ്പയറി 17/12/2015. തോക്കെ സിഗ്നേച്ചർ. ഓക്കെ تعتبر الإقامة لاغية إذا تجاوز حاملها الإقامة خارج دولة الإمارة مدة 6 أشهر. تعتبر it will be considered الإقامة لاغية invalid, cancelled പറയാം invalid. إذا تجاوز حاملها to exceed ചെയ്യുക, വിട്ട് കിടക്കുക. حاملها is the holder. الإقامة الخارج دولة الكويت outside the Kuwait مدة 6 أشهر for the period of 6 months. تعتبر الإقامة لاغية إذا تجاوز حاملها الإقامة خارج دولة الإمارات مدة 6 أشهر. Any residence permit will be invalid if its holder exceeds the residence permit outside the UAE for a period of 6 months എന്നാണ് അതിൻ്റെ വിവർത്തനം ചെയ്യേണ്ടത്. ഇതാണ് UAEയുടെ റെസിഡൻസ് പെർമിറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ദൗലത്ത് ഖത്തറിൻ്റെ റെസിഡൻസ് പെർമിറ്റ് ഫോർമാറ്റ് എങ്ങനെ നോക്കാം. റുഖ്സ ഇഖാമ റെസിഡൻസ് പെർമിറ്റ്. റഖ്മു ശഖ്സി പേഴ്സണൽ നമ്പർ കൊടുത്തിട്ടുണ്ട്
25546386865 നമ്പറാണ്. അതുപോലെ കൊടുത്താൽ മതി. താരിഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് 3/6/1975. സ്വലാഹിയ വാലിഡിറ്റി, ഈ ഇഖാമയുടെ വാലിഡിറ്റി തന്നെ ചോദിക്കുന്നത് 20/7/2018 വരെ വാലിഡിറ്റി ഉണ്ടെന്നർത്ഥം. അൽ ജിൻസിയ അൽ ഹിന്ദ്, ഇന്ത്യനാണ്. അൽ മെഹ്ന പ്രൊഫഷൻ ഫന്നി കഹ്റുബായി. ഫന്നി കഹ്റുബായി വേണം ഇലക്ട്രീഷ്യൻ, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഫന്നി കഹ്റുബായി ഇലക്ട്രീഷ്യൻ എന്നർത്ഥം. അൽ ഇസ്മ പേര് ഇബ്രാഹിം, നെയിം മുഹമ്മദ് ഇബ്രാഹിം അഹമ്മദാണ്. താരിഖ് ഇംതിഹാൻ ജവാസ്, അതിന് എക്സ്പയറി ഡേറ്റ് ഓഫ് ദ പാസ്പോർട്ട് അത് പറയുന്നത് 20/3/2019 കൊടുത്തിട്ടുള്ളത്. റഖ്മുൽ മുസൽസൽ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. റുഖ്സ ടൈപ്പ് ഓഫ് ദി പെർമിറ്റ്, ഏത് തരത്തിലുള്ള പെർമിറ്റാണ് ഉദ്ദേശിക്കുന്നത്? അമൽ ബിസിനസ്സാണ് ടൈപ്പ്. മുസ്തഖ്ദിം മുസ്തഖ്ദമാണ് എന്താ? തലബൽ കുതൂമാണല്ലേ, വരാൻ ആവശ്യപ്പെടുക. ഈ ആമിലിനെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാണ്, ഏജൻസിക്കാണ് മുസ്തഖ്ദിം. റിക്രൂട്ടർ റിക്രൂട്ടർ ആരാണ്? ഏത് കമ്പനിയാണ്? ശരിക്കത്തു ഹുരീഷ അൽ ആലമിയ, ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഹുരീഷ. ആ കമ്പനിയാണ് അതിൻ്റെ റിക്രൂട്ടർ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്നേച്ചർ ഹാമിൽ വിത്താക്ക, സിഗ്നേച്ചർ ഓഫ് ദി കാർഡ് ഹോൾഡർ. പിന്നെ മുദീർ ആം ഡയറക്ടറേറ്റ് ജനറൽ. അൽ ജിൻസിയ നാഷണാലിറ്റി. വൽ മനാഫിദ് പോർട്ട്സ് അല്ലെ, പോർട്ട് നമ്മൾ എയർപോർട്ട്, സീപോർട്ട്, പോർട്ടുകളാണ് മനാഫിദ് ഉദ്ദേശിക്കുന്നത്. ഷുനുവൽ വാഫിദീൻ എക്സ്പാറ്റ് അഫയേഴ്സ്, പ്രവാസ കാര്യത്തിൽ എന്താ പറയുക? ഷുനുവൽ വാഫിദീൻ വഫദ് എക്സ്പാറ്റ് അഫയേഴ്സ്. നമുക്ക് പറയാം മുദീറു ആം അൽ ജിൻസിയ വൽ മനാഫിദ് വൽ വാഫിദീൻ, ഡയറക്ടർ ജനറൽ ഓഫ് നാഷണാലിറ്റി, പോർട്സ് ആൻഡ് എക്സ്പാറ്റ് അഫയേഴ്സ് എന്നാണ്. അദ്ദേഹമാണ് സൈൻ ചെയ്യേണ്ടത്. ഇതാണ് ഖത്തറിൻ്റെ റെസിഡൻസ് പെർമിറ്റ് ഫോർമാറ്റ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളുടെ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ 3 രാജ്യങ്ങളുടെ റെസിഡൻസ് പെർമിറ്റാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വിഷയം പഠിക്കാം. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.